ശ്രീ ഗുരുഭ്യോ നമഃ. നമസ്കാരം. കുളിയുടെ ആരോഗ്യ വശങ്ങളെ പറ്റി കഴിഞ്ഞ വീഡിയോയിലൂടെ പറഞ്ഞുവല്ലോ. ഇന്ന് എണ്ണ തേച്ച് കുളിക്കുന്നതിന്റെ പ്രാധാന്യത്തെ പറ്റിയാണ് പറയുന്നത്. എന്റെ ബാലഗോപാലനെ എണ്ണ തേപ്പിക്കുമ്പോൾ പാടടി. ഈ വരികൾ കേൾക്കാത്ത മലയാളികൾ ഉണ്ടാവില്ല. മുതിർന്നവരിൽ പൊതുവെ എണ്ണ തേക്കുന്ന ശീലം ഇന്ന് വിരളമാണെങ്കിലും കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുന്നതിന് മുന്നേ എണ്ണ തേച്ച് കിടത്തുന്നത് ഇന്നും നമ്മൾ അനുവർത്തിച്ചു പോരുന്നു. എന്നാൽ മുതിർന്നു കഴിഞ്ഞാൽ എന്തോ തലയിൽ പോലും എണ്ണ തേക്കുന്നതിനോട് വിമുഖത കാണിക്കുന്ന സമൂഹമാണ് ഇന്നുള്ളത്. എണ്ണ തേക്കുന്നതിന്റെ ഗുണങ്ങളെ പറ്റിയുള്ള അറിവില്ലായ്മയാകാം ഇതിന് കാരണം. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു വീഡിയോ ചെയ്യണം എന്ന് കരുതിയത്. ദിവസവും എണ്ണ തേച്ച് കുളിക്കുന്നത് ആരോഗ്യത്തിന് ഉത്തമമാണെന്നാണ് ആയുർവേദം പറയുന്നത്. ദേഹം മുഴുവൻ എണ്ണ തേക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും വിശേഷിച്ചും ശിരസിലും ചെവികളിലും പാദത്തിലും എണ്ണ തേക്കണമെന്ന് ആയുർവേദം പറയുന്നു. ത്വക്ക് അഥവാ സ്പർശനേന്ദ്രിയം അഥവാ സ്കിൻ പഞ്ചേന്ദ്രിയങ്ങളിൽ വെച്ച് ഏറ്റവും വലുതും ഏറ്റവും പ്രധാനവും എന്ന് തന്നെ പറയാം. നമ്മുടെ ചുറ്റുപാടുമുണ്ടാകുന്ന മാറ്റങ്ങൾ അതിനനുസരിച്ച് ശരീരം സജ്ജമായില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും. പെട്ടെന്ന് തന്നെ രോഗങ്ങൾ പിടിപെട്ടേക്കാം. അത്തരത്തിൽ നമ്മുടെ ചുറ്റുപാടും അല്ലെങ്കിൽ നമ്മുടെ പ്രകൃതിയിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് ശരീരത്തെ സജ്ജമാക്കാനുള്ള സൂചനകൾ ആദ്യം നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് ത്വക്കിലൂടെയാണ്. ദശലക്ഷക്കണക്കിന് നെർവ് എൻഡിങ്സ് ആണ് ത്വക്കിലുള്ളത്. എണ്ണ തേക്കുന്നതിനായി പൊതുവെ അഭികാമ്യം എള്ളെണ്ണയാണ്. എന്നാൽ അവസ്ഥകൾക്കനുസരിച്ച് മരുന്നുകളിട്ട് കാച്ചിയ എണ്ണയും ഉപയോഗിക്കാം. ഇത്തരത്തിൽ എണ്ണ തേക്കുന്നതിലൂടെ നമ്മുടെ നാഡീവ്യവസ്ഥ അഥവാ നെർവ് സിസ്റ്റവും എൻഡോക്രൈൻ സിസ്റ്റം അഥവാ ഹോർമോൺ വ്യവസ്ഥയും ഉത്തേജിക്കപ്പെടുന്നു. നമ്മുടെ ശരീരത്തിലെ ഒട്ടുമിക്ക ഫങ്ഷൻസിനെയും നിയന്ത്രിക്കുന്നതും ഏകോപിപ്പിക്കുന്നതും ഈ രണ്ട് സിസ്റ്റംസുമാണ്. അതോടൊപ്പം തന്നെ എണ്ണ തേച്ച് കുളിക്കുന്നതിലൂടെ നമ്മുടെ രക്തചംക്രമണം അഥവാ സർക്കുലേഷൻ വർദ്ധിക്കുന്നു. നമ്മുടെ ത്വക്കിന്റെ ഭംഗി കൂടുന്നു. അതോടൊപ്പം ത്വക്കിന്റെ സ്വാഭാവിക ആരോഗ്യം നിലനിർത്തുകയും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നു. നല്ല ഉറക്കം കിട്ടുന്നു. ക്ഷീണം അകറ്റുന്നു. ഇന്നത്തെ യുവതലമുറയെ അലട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പ്രശ്നങ്ങളാണ് അകാലനരയും ഉറക്കമില്ലായ്മയും. എണ്ണ തേച്ച് കുളിയിലൂടെ ഈ രണ്ടു പ്രശ്നങ്ങൾക്കും ഉത്തമ പ്രതിവിധി ഉണ്ടാകുന്നതാണ്. അതോടൊപ്പം തന്നെ എണ്ണ തേച്ച് കുളിക്കുന്നതിലൂടെ നമ്മുടെ രക്തചംക്രമണം വർദ്ധിക്കുകയും അതുവഴി ഉന്മേഷഭരിതമായി ഇരിക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം ത്വക്കിന്റെ സ്വാഭാവിക ആരോഗ്യം വർദ്ധിക്കുന്നതിനാൽ ഒരു പരിധിവരെ ത്വക്ക് രോഗങ്ങളെ തടഞ്ഞു നിർത്താനും സാധിക്കുന്നു. എന്നാൽ പനിയുള്ളപ്പോഴോ ദഹനക്കേടുള്ളപ്പോഴോ നീർക്കെട്ടുള്ളപ്പോഴോ കഫക്കെട്ടുള്ളപ്പോഴോ എണ്ണ തേച്ച് കുളിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ എണ്ണ തേച്ച് കുളി ശീലമാക്കിയിരിക്കുന്നവർ ഇത്തരത്തിലുള്ള രോഗാവസ്ഥകളിൽ വൈദ്യനിർദ്ദേശപ്രകാരം തന്നെയാണ് അത് ചെയ്യേണ്ടത്. ആരോഗ്യമുള്ള ശീലങ്ങൾ പാലിക്കൂ. ആരോഗ്യവാന്മാരായിരിക്കും. ആയുർവേദോപദേശേഷു വിധേയ പരമാദരഃ. നന്ദി.